സുഹൃത്തുക്കളെ, ഞാൻ എൻ്റെ വൈഫ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഞങ്ങളുടെ നാടായ എൻ്റെ വൈഫിൻ്റെ നാടായ കുളനടയാണ്. പന്തളം കുളനട. അവിടെ മെഡിക്കൽസ് എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ അവരാണെങ്കിൽ ഒരു പാർക്ക് ബിൽഡപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ പാർക്കിലെ വിശേഷങ്ങളും കാഴ്ചകളുമാണ് നിങ്ങളുമായിട്ട് പങ്കിടുന്നത്. എൺപത് 90 കാലഘട്ടത്തിൽ, അതും അതിന് മുന്നോടിയായിട്ട് ഉള്ള കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു നമ്മുടെ സംസ്കാരം, അതിൻ്റെ പൈതൃകം, അതെല്ലാം വിളിച്ചു പോകുന്ന തരത്തിലുള്ള ഒരു നിർമ്മിതി തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഒരിക്കലെങ്കിലും ഇവിടെ വിസിറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. വരാൻ സാധിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും വരിക. പന്തളം കുളനടയാണ്. നമുക്ക് ഉള്ളിലേക്കൊന്ന് പോകാം. ഉള്ളിലേക്ക് നമ്മൾ കയറുമ്പോൾ തന്നെ കാണുന്നത് പുരാതനമായിട്ടുള്ള കുറേ, അതായത് പഴയ കാലങ്ങളിൽ നമ്മളാണെങ്കിൽ നമ്മളുടെ പൂർവികർ ഉപയോഗിച്ചിരുന്ന സാധന സാമഗ്രികളാണ് നമ്മൾ കാണുന്നത്. അതൊരു ശില്പമാണ്, മരത്തിൽ കൊത്തി വെച്ചിരിക്കുന്ന ഒരു ശില്പമാണത്. ഇത് പിന്നെ കുറേ മൺപാത്രങ്ങളാണ്. ഇത് പണ്ടത്തെ ചോറ്റുപാത്രം, ഇഡ്ഡലിക്കുട്ടകം, ഗ്ലാസ്, വിളക്കുകൾ, കിണ്ടി, കോളാമ്പി, അങ്ങനെയുള്ള സംഭവങ്ങളാണ്. അത് പിന്നെ ചെമ്പ്, ഇത് ടൈപ്പ് റൈറ്ററാണ് പണ്ടത്തെ. ഇത് മണ്ണെണ്ണയിൽ പ്രവർത്തിക്കുന്ന ഒരു ഫാനായിരുന്നു. ഇപ്പോൾ ഇലക്ട്രിക്കൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു, ബ്രിട്ടീഷുകാരുടെ കാലത്ത് എങ്ങനെയായിരുന്നു, മണ്ണെണ്ണയുടെ ഫാൻ അതാണ്. പിന്നെ ഇതൊക്കെ ആണെങ്കിൽ ഭരണികളാണ്. പണ്ടത്തെ സോഡാ കുപ്പിയൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇതൊക്കെ ഭരണികളാണ്. അതിൻ്റെ പണ്ടത്തെ ടെലിഫോൺ, ഗ്രാംഫോൺ, ഇതെല്ലാം നമ്മളെ ഇപ്പോഴത്തെ തലമുറയിൽ ഉള്ള കുട്ടികൾക്കാണെങ്കിലൊന്നും അറിയില്ല. 80-90 ജനറേഷനിലുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാം. ഇപ്പോഴത്തെ കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണെന്ന് പോലും അവർക്ക് അറിയത്തില്ല. പെട്ടി, പിന്നെ ആമാടപ്പെട്ടി, പഴയ കാലത്ത് സ്വർണ്ണമൊക്കെ വെച്ചിരുന്ന പണ്ടത്തെ ഹോണാണ്. റാന്തൽ, മണ്ണെണ്ണ വിളക്ക്, പണ്ടത്തെ തേപ്പ് പൊട്ടി, ഇത് ഭരണിയാണ്. ഇതിനെക്കുറിച്ച് ഇതെന്തോന്ന് അറിയില്ല കേട്ടോ. ഇത് പിന്നെ റേഡിയോ, പണ്ടത്തെ ടേപ്പ് റെക്കോർഡർ, പണ്ടത്തെ ക്ലോക്ക്, അതേപോലെ തന്നെ പിന്നെയുണ്ട് ഭരണിയുണ്ട്, ഉരലുണ്ട്, ഒറ്റാലുണ്ട്, നിറവറയുണ്ട്, ചങ്ങഴിയുണ്ട്, അതേപോലെ തന്നെ ആണെങ്കിൽ ഇത് നെല്ലൊക്കെ ഇങ്ങനെ നീക്കിയിടാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനം. ഇത് കലപ്പ, പിക്കാസ്, മഴു, ഓലക്കുട, ഇതൊക്കെ ഇപ്പൊ അന്യം നിന്ന് പോയി. അത് വേറെ കാര്യം. ഇതെല്ലാം പെട്ടി പണ്ട് വീട്ടിലുണ്ടായിരുന്നു, എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. ഇതെല്ലാം പണ്ട്, ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു. അച്ഛൻ്റെ സ്വത്താ അത്. അച്ഛന് ഊഞ്ഞാലാടിയല്ലോ. ഒരു പ്രത്യേക വൈബ് തന്നെയാണ് കേട്ടോ. അവിടുത്തെ അറ്റ്മോസ്ഫിയർ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ സമയം പോകുന്നത് അറിയത്തേയില്ല. സമയം
ഒരുപാട് കാണാനുണ്ട്. നമ്മൾക്കാണെങ്കിൽ എക്സസൈസ് ചെയ്യാൻ പറ്റും. യോഗയുണ്ട്. യോഗയൊക്കെയാണ് ഇവിടെ മുഖ്യമായിട്ടും ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 40 രൂപ പാസ്സാണ് ഒരാൾക്ക് കേട്ടോ. അതേ ഉള്ളൂ. 40 രൂപ കൊണ്ട് നമുക്ക് 3 മണി മുതൽ വൈകുന്നേരം 7:30 വരെയാണ് ടൈം കൊടുത്തിരിക്കുന്നത്. തിങ്കളാഴ്ച ദിവസം അവധിയാണ് കേട്ടോ. ഞാനിങ്ങനെയൊക്കെ കയറി നോക്കി. രസമല്ലേ? വരുമ്പോൾ ഇങ്ങനെയൊക്കെ ഇരുന്ന് ചെറിയ ചെറിയ ഫിറ്റ്നസ്സും മറ്റു കാര്യങ്ങളും എല്ലാം ഹെൽത്തി എങ്ങനെ ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാം എന്നതിനെക്കുറിച്ചാണ് ഒരു അവയർനെസ്. ആ പയ്യൻ ഭയങ്കര ഫാസ്റ്റാണ് കേട്ടോ, ഒരു രക്ഷയില്ല. നമ്മൾ സ്ഥിരമായിട്ട് നമ്മളാണെങ്കിൽ ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഏറെക്കുറെ ഒക്കെ അസുഖങ്ങളൊക്കെ മാറിക്കിട്ടും. കൊളസ്ട്രോള്, ഷുഗർ, പ്രഷർ, അങ്ങനെയുള്ള എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഏറെക്കുറെയൊക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് മാറ്റിയെടുക്കാൻ പറ്റും. നിത്യം വരണമെന്നേ ഉള്ളൂ. നമുക്കിന് നിത്യം വരാൻ പറ്റത്തില്ല, പറ്റുന്ന സാഹചര്യമല്ല. മതിയടാ പൊട്ടെ, ഇറങ്ങണ. ഞാൻ തന്നെ എന്നെ പോയി കേട്ടോ, തോന്നല്ലേ? ക്യാമറമാൻ അങ്ങോട്ട് അത്ര പെർഫെക്റ്റ് അല്ല, അതുകൊണ്ടാ മുഖം ഒന്നും ക്ലിയർ ആവാം. ആരുമല്ല, ലൈഫാണ്. നമുക്ക് അടുത്ത കാഴ്ചകളിലേക്ക് പോവാം. ഇതൊരു ജിറാഫിന്റെ ഒരു രൂപമാണ്. അതാണെങ്കിൽ തടിയിൽ തീർത്താണ് കേട്ടോ അങ്ങനെ വെച്ചിരിക്കുന്നത്. കൊണ്ട് പോകുന്നു. ഊയ് എവിടോട്ടാ? ഞാനും ഉണ്ട് കൂടെ. അവിടെ അയക്കാം. ഇത് രാജമല്ലി. ഞങ്ങള് നേരത്തെ ഒരു പ്രാവശ്യം വന്നപ്പോ ഇതിന്റെ ഒരു അരി എടുത്തിട്ടുണ്ട്, പക്ഷെ ഇത് കിളിച്ചില്ല കേട്ടോ. പ്രാവശ്യം നിന്നപ്പോ എടുക്കാനും പറ്റിയില്ല. ഒരുപാട് രാത്രിയായി തിരിച്ചു വന്നപ്പോ. ആകെ നല്ലൊരു വൈബാണ് അവിടെ കയറുമ്പോൾ തന്നെ, നല്ലൊരു ഫീലാണ് കിട്ടുന്നത്. ഒരു ചെറിയൊരു ഇടവഴി പോലെ ഉണ്ട്. അതിലൂടെ നമ്മളങ്ങനെ ചെല്ലുമ്പോൾ ഇതൊരു ലൈബ്രറി എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള സാധനങ്ങളാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അത് ഓൾമോസ്റ്റ് ലൈബ്രറി അല്ല, ഇതിനകത്തുള്ളതേ ഉള്ളൂ ബുക്സ്. ഇതൊക്കെ എന്ന് പറയുമ്പം ഇതാണ് ബുക്സ് ഇരിക്കുന്നത്. പിന്നെ ഈ കാണിക്കുന്നതാണെങ്കിൽ ഇത് ബുക്സിന്റെ ഫോട്ടോസ് മാത്രമേ ഉള്ളൂ കേട്ടോ. അതൊരു ഫ്ലെക്സിൽ ഇങ്ങനെ ആക്കി വെച്ചിരിക്കുകയാണ് അവർ. ബുക്സ് അല്ല ഓൾറെഡി. ഞാൻ നോക്കിയായിരുന്നു. അവിടെ കുറേ ആരുടെയൊക്കെയോ കുറെ ഫോട്ടോകൾ ഇങ്ങനെ തൂക്കിയിട്ടുണ്ട്. ഈ ഇതിന്റെ മുകളിലോട്ടൊന്ന് കയറി പോവാണേ. ഒരു ആഞ്ഞിലിമരത്തിന്റെ ആണെങ്കിൽ ഒരു കൂട് പോലെ മുകളിൽ ഉണ്ടാക്കിയിരിക്കുക. അതിൽ കയറി നിൽക്കാൻ പറ്റും. കസേര ഒന്നുമില്ല, ചുമ്മാ ജസ്റ്റ് ഒന്ന് നിൽക്കുക, അത്രേ ഉള്ളൂ. വലിയ ഹൈറ്റ് ഒന്നും ഇല്ല, എന്നാലും ഹൈറ്റ് ഉണ്ട് താൻ. എല്ലാം മുള കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. സ്റ്റീൽ പൈപ്പിലാണെങ്കിൽ മുള വെച്ച് ഫിറ്റ് ചെയ്തിരിക്കുക, കെട്ടി വെച്ചിരിക്കുക.
താഴോട്ട് വരുമ്പോൾ ഒരു കൃത്രിമമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു വെള്ളച്ചാട്ടം പോലെ ഒരു ഫീലിങ്സാണ്. നല്ല ഇതാണ്. ഞാൻ കയറിപ്പോയില്ലേ, ഒരു ആഞ്ഞിലിമരത്തിലാണ്. സരിത ഇപ്പം മുകളിലോട്ട് കയറുകയാണ്. സരിത ഇതിൻ്റെ മുകളിൽ കയറുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. പുള്ളിക്കാരത്തേക്ക് പേടിയാ. ചെരുപ്പൊക്കെ ഊരിട്ട് കേട്ടോ, അല്ലെന്നുണ്ടെങ്കിൽ തെറ്റി വീഴുന്നുള്ള കണക്കൂട്ടലിലാണ് പുള്ളിക്കാർ കയറുന്നത്. പോട്ടെ, കയറട്ടെ. എന്താ കയറാൻ വയ്യേ? എന്താ രക്ഷയില്ല, കയറുന്നില്ല എന്നാണ് പറഞ്ഞത്. തിരിച്ചിറങ്ങി. പിന്നെ താഴെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തോട്ട് വന്നു. അവിടെ എന്തൊക്കെയോ കാല് കഴുകാനാണോ കൈ കഴുകാനാണോ എന്തോ അറിയില്ല. വെള്ളത്തിൽ തൊട്ട് നോക്കുന്നു തണുപ്പുണ്ടോന്ന്. നല്ല തണുപ്പാന്ന് പറയുന്നു. കുറച്ച് പക്ഷിശാസ്ത്രം, ഒരുപാട് തത്തയുണ്ട് കേട്ടോ. ഇത് നമ്മുടെ നാടൻ ഇനത്തിൽപ്പെടുന്നതല്ല. ആ ഗ്ലോബ് തിരിച്ചിട്ട് നോക്കാം നമ്മുടെ വീടിവിടാം. എന്നിട്ട് പുള്ളിക്കാരി കണ്ടുപിടിച്ചെന്ന് തോന്നുന്നു കേട്ടോ. അതുകൊണ്ട് എന്നെ കാണിക്കുന്നുണ്ട്. എന്താ എൻ്റെ ഇവിടെ ആയിട്ട് വരുമെന്ന് വീട്. എന്നിട്ട് എന്നെ ചൂണ്ടിക്കാണിച്ചാൽ നമുക്ക് അവിടെ പോയിരുന്നിരുന്നാലോ. ഞാൻ പറഞ്ഞു പോയിരിക്കും. ഇരുന്ന് നടന്നു വരുമ്പോൾ താണ്ട് അവിടെ ആണെങ്കിൽ മേളിലോട്ട് വെള്ളം പോകുന്നു, സ്പ്രേ പോലെ. എന്നാൽ പിന്നെ അവിടെ കൂടെ പോയി നിൽക്കാൻ പറഞ്ഞു. അവിടെ നിന്നു. പിന്നാണെങ്കിൽ അവൾ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്തത്. അവിടുത്തെ സാറാണ്. അദ്ദേഹമായിട്ടാണെങ്കിൽ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങളിതെല്ലാം കണ്ട് ചായ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഏകദേശം ഇരുട്ടാൻ തുടങ്ങി ചെറുതായിട്ട്. ഇതൊരു മത്സ്യകന്യകയാണ്. പിന്നെ നമ്മൾ വെളിയിലേക്ക് ഇറങ്ങി. ഇതാണ് എക്സിറ്റ് വരുന്നിടം. അപ്പോൾ